back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പ്രോൺ കറിയാണ്. ഇത് ചപ്പാത്തിയുടെയും റൈസിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ബാസ്മതി റൈസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചെമ്മീൻ്റെ തോല് കളയാം. ഞാനിവിടെ 750 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. തോല് കളയാൻ മിക്കവർക്കും അറിയുണ്ടാവും. അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഭാഗം എടുത്തിട്ട് ഈ വാലിൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ മതി, നൈസായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇതിങ്ങനെ പൊളിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തില്ലേ. ഇനിയിപ്പോൾ ഈ ഭാഗം ഇങ്ങനെ തുറക്കുക. എന്നിട്ട് ഈ ഇവിടെ പിടിച്ചിട്ട് ജെൻറ്റിലായിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുക. കണ്ടോ? അപ്പോൾ അതിൻ്റെ ഫ്ലഷ് ഒന്നും പോവില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ നന്നാക്കി വെച്ചിരിക്കുന്ന 750 ഗ്രാം ചെമ്മീനിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 കഷ്ണം ലൈം ജ്യൂസ് ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. മത്സ്യം മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ബോള് പുളി ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് മിക്സി എടുത്തിട്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്യാണ്. തേങ്ങ ചിരവിയത് 1 കപ്പ്. ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 കഷ്ണം ഉള്ളി, ഉള്ളിയുടെ പകുതിയാണിത്, ഏകദേശം ഇത് ഇത്ര, അത് വെറുതെ സ്ലൈസ് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുഴുവൻ ടീസ്പൂൺ ജീരകം, 1.5 ടേബിൾ സ്പൂണോളം മല്ലിക്കുരു, നമ്മൾ നേരത്തെ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പുളി ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു പിടി മല്ലിയില, അത് നിങ്ങൾക്ക് മുറിച്ചിട്ട് വേണമെങ്കിൽ മുറിച്ചിട്ട് ആഡ് ചെയ്യാം. മുറിച്ചാൽ ഏകദേശം ഒരു കപ്പ് ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയും ഇട്ട് നമുക്കിതിനെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചോപ്പ് ചെയ്തത് കേട്ടോ. അതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഉള്ളി ഒരു വിധം വഴന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതിലിപ്പം പച്ച ഉള്ളി, പച്ച വെളുത്തുള്ളി ഇതൊക്കെ ഉള്ള കാരണം കുറച്ച് നേരം ബാക്കി സാധനങ്ങൾ ചേർക്കുന്നതിൻ്റെ മുന്നേ അതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഭയങ്കരമായ ആ വെള്ളുള്ളിൻ്റെയും പച്ച ഉള്ളീൻ്റെയൊക്കെ ഒരു ചൊയ ഉണ്ടാവും. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ മസാല കുറച്ച് നേരം ഇതിനകത്ത് ഒരു 10 മിനിറ്റായി. അതൊരു ലോനേക്കാളും കുറച്ച് വലിയ ഫ്ലെയിമിൽ. ഇതൊരു വിധം കുക്കായിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ആ പച്ചമണം ഒന്നും ഇപ്പം കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടി ഇതിനെ ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണത്. 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച ആ 1 ടേബിൾ സ്പൂൺ ഓയിലേ ഉള്ളൂ കേട്ടോ, പിന്നെ വേറെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ കുക്ക് ചെയ്യണ കാരണം അതങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ക്യൂബ്സായി മുറിച്ചതും, 2 മുരിങ്ങക്കായ ഇങ്ങനെ കഷ്ണം, ഇത് എന്താ പറയുക, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കഷ്ണം പിന്നെ കണക്ക് പറയണമെന്ന് വെച്ചാൽ ഞാനിവിടെ ഫ്രോസൺ മുരിങ്ങക്കായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ
നിങ്ങൾ ഫ്രഷ് മുരിങ്ങക്കായാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം. ഞാനിവിടെ 8 പീസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുകയാണ് ആദ്യത്തെ കപ്പ്. അപ്പോൾ നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് ആ മസാലേനെ ഒന്ന് മിക്സ് ചെയ്യുക. മസാലകളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ചായിട്ട് ഒഴിച്ച് ഇങ്ങനെ ഇതുപോലെ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു കപ്പും കൂടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, കുറുകിയുണ്ട്. ഉരുളക്കിഴങ്ങൊന്നും വെന്തിട്ടില്ല. കുറച്ച് നേരം കൂടി നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാനുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ചെമ്മീന് പണ്ടൊക്കെ നാട്ടിലെല്ലാവരും പറയും ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്ത് എന്താ പറയുക ഒരു വഴിയാക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ വയറുവേദന വരും എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ്. അതിന് ഒരുപാട് സമയമായി കഴിഞ്ഞാൽ അത് ശരിക്കും ഇങ്ങനെ ഹാർഡാവുക ചെയ്യുക, റബ്ബർ പോലെയായി മാറും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കുറച്ച് സമയമേ വേണ്ടൂ. അത് കാരണം നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. എന്നാൽ തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ കയറും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇപ്പോഴും. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളമുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ചെമ്മീനിന്ന് വരും. നമ്മൾ വേറെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ചെമ്മീനത്തെ ഉപ്പേ ഉള്ളൂ. ഒന്ന് കുറച്ച് കുക്കായതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ കുക്കായിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുപ്പ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യാണ്. എരിവിന് നമ്മൾ ഇതിൽ പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എരിവ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ 1-2 പച്ചമുളക് ആഡ് ചെയ്യാം. വല്ലാത്ത ഒരു എരിവ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നമ്മുടെ കറി റെഡിയായി. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഗാർണിഷ് ചെയ്യാം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.